നിങ്ങളെ വിവാഹത്തിലേക്ക് പോവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ വിവാഹം കഴിഞ്ഞതോ ലിവിങ് ടുഗദർ ആണോ? ലിവിങ് ടുഗദർ. വിവാഹത്തിലേക്ക് പോകാനുള്ള ഇതൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് തന്നെ പോവാണ്. ഇൻഷാ അല്ലാ സമൂഹം അംഗീകരിച്ചല്ലോ അന്ന് അല്ലേ? അല്ല, സമൂഹം അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവില്ല. അല്ല, എനിക്കൊരു കമന്റ് വന്നു, ഇപ്പൊ അടുത്തൊരു കമന്റ് വന്നു, ജാസി എന്നെങ്കിലും നിന്നെ സമൂഹം അംഗീകരിക്കും, അന്ന് ലോകം അവസാനിക്കും. അല്ല, അത് സത്യമാണ്. എനിക്ക് തോന്നുന്നു എത്രത്തോളം ആളുകൾ അനുകൂലിക്കുന്നു അത്രത്തോളം എല്ലാ കാലവും അനുകൂലിക്കുന്ന അതേ ആളുകളുടെ എണ്ണം ഇപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ കമന്റ് ഞാൻ താഴത്ത് മറുപടി കൊടുത്തു, ആ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഈ എനിക്ക് രസമായിട്ട് തോന്നിയത്, ഭയങ്കര വിഷമമാണ്, അങ്ങനെ കുറെ റീൽസ് വരാറുണ്ടല്ലോ, അതിനൊക്കെ ആ ഒരു പാട്ടുണ്ടല്ലോ പൊന്നുസഖി, അതിലേക്ക് എങ്ങനെയാ വന്നത്? അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ദിവസം ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പൊന്നുസഖിയുടെ സോങ് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ എനിക്കങ്ങനെ പല വിഷമം തോന്നാറുണ്ട് എന്നെ ആൾക്കാരെ ഇങ്ങനെ കളിയാക്കുമ്പോൾ. പക്ഷേ എനിക്ക് ചില സമയത്തൊക്കെ അങ്ങനെ മരിക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ എന്താ ചെയ്യുക? പക്ഷെ ഇപ്പോൾ അങ്ങനെ തോന്നാറില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവിടെ പാട്ട് വന്നപ്പോൾ അതെ ഇപ്പം അങ്ങനെ തോന്നാറില്ലല്ലേ എന്നിട്ട് ഞാൻ പൊന്നുസഖി ചുമ്മാ പറഞ്ഞതാണ്. അതങ്ങ് പിന്നെ ക്ലിക്കായി. പിന്നെ ഒരുപാട് പേര് അത് അവർ ചെയ്യാൻ തുടങ്ങി, അവരെനിക്ക് പേഴ്സണലി അയച്ചു തരാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ തുടക്കമൊക്കെ അത് ചെയ്യുമ്പോൾ ഞാനൊക്കെ എതിരായിരുന്നു. ഞാൻ പറയും ഇനി മേലിൽ ഇങ്ങനത്തെ കോപ്രായം കാണിക്കരുത് കേട്ടോ, അത് കോമാളി ആവരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നാട്ടിലെ കുറേ പെൺകുട്ടികളൊക്കെ അത് ജാസിനെ കോപ്പി ചെയ്തിട്ട് ജാസിനെ മെൻഷൻ ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈവൻ ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ വരും, ജാസി നിന്റെ ഫാനാണ്, പൊന്നുസഖിയുടെ ഫാനാണ്, കുഞ്ഞു കുട്ടികളൊക്കെ. ഇപ്പൊ ഈ ഇടയ്ക്ക് നാട്ടിലൊരു കല്യാണത്തിന് വിഷസ് വീഡിയോ പൊന്നുസഖി ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ വരും. ഒരു വിഷസ് പറഞ്ഞു തരും, ബർത്ത്ഡേ വിഷസ് ആണ്, ലാസ്റ്റ് പൊന്നുസഖി പാടണം, അല്ലെങ്കിൽ കല്യാണ വിഷസ് ആണ്, ലാസ്റ്റ് പൊന്നുസഖി പാടിയിട്ട് അയച്ചു തരും. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ബ്രാൻഡിങ് സോങ് ആയിട്ട് മാറി. പിന്നെ ശ്രുതി എങ്ങനെ സിനിമയിലേക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? അതോ എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ സിനിമ ഭയങ്കര ഒരു ക്രേസ്, അങ്ങനെ ഇവൾക്ക് അവസരങ്ങൾ വരുന്നത്, പക്ഷെ ഇവള് അതിനനുസരിച്ച് എനിക്ക് അങ്ങനെ എന്താ പറയാ, അത്ര സ്ട്രോങ് ആയിട്ടൊരു സംഭവം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യും. അല്ലാതെ എനിക്ക് ഭയങ്കര ഞാൻ അതിന്റെ പിറകെ പോയിട്ടില്ല. ഓഡീഷനും കാര്യങ്ങളൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതാണ്, ട്രൈ ചെയ്താൽ എനിക്കറിയില്ല കിട്ടുമെന്നുള്ളത്, ലെക്ക് ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല. ട്രൈ ചെയ്തിട്ടില്ല. മുമ്പ് ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ, സിനിമ ഫീൽഡ് ആയിരുന്നു എൻ്റെത്, ടിക്ടോക്കിലൊക്കെ വരുന്നതിന് നമുക്ക് മുമ്പ്. പക്ഷെ അതൊരു ക്രേസ് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ നല്ലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യും. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ പേജ് നോക്കിയപ്പോഴും ശ്രുതിയുടെ പേജ് നോക്കിയപ്പോൾ ലാസ്റ്റ് ജന്മദിനത്തിന് ഭയങ്കര സുന്ദരി, ഒരു രാജകുമാരി പോലെ ഇങ്ങനെ ഒരുങ്ങി ബർത്ത്ഡേ. അപ്പം അതിലും ഈ പറഞ്ഞ അതിലും വലിയ വിഷയമാണ്. എത്ര ബർത്ത്ഡേ ആണ് ശ്രുതിക്ക്? മാസത്തിൽ 2 ബർത്ത്ഡേ നടത്തുന്ന ആളെന്ന് പറഞ്ഞിട്ട്. അതെ അതെ അത്. അപ്പം ഈ നമ്മൾ എന്ത് ചെയ്താലും ഇതിനെ അതൊരു നെഗറ്റീവ് കോമന്റിലേക്ക് കൊണ്ടുവരും. ഇത് ഒരു പരിധി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അത് ചിരിച്ച് പറയും, പക്ഷേ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇമോഷണൽ അറ്റാക്കാണ്. ഉറപ്പായിട്ടും നമ്മളൊരു സമ്മാനം കിട്ടി, ഇപ്പോൾ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് നമ്മൾ എത്രത്തോളം സന്തോഷത്തോടെ ആയിരിക്കും. പക്ഷെ അതുപോലും നമുക്ക് എത്രയോ പേര് ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നു. ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിനിടയിൽ വന്നിട്ട് ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവളാണ്. ആൾക്കാരെ വേറൊരു വൃത്തിയുടെ വാക്കാണ് യൂസ് ചെയ്യാറ്, ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവളാണ്. ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ നടത്തുന്നവരാണ്, ഗിഫ്റ്റ് കൊണ്ട് മാത്രം ജീവിക്കുന്നതാണ്, എത്ര നാളിങ്ങനെ ജീവിക്കും. ഇങ്ങനത്തെ കുറേ കമന്റ്സ് വരുമ്പോൾ ഞാൻ ആയിരിക്കും എത്രയോ പേര് അൺബോക്സിങ് വീഡിയോ ഇടുന്നു, ഞാൻ ഇടുമ്പോൾ മാത്രമാണ് പ്രശ്നം. എന്നിട്ട് ഞാൻ ലൈവിലൊക്കെ ഇങ്ങനെ ചോദിക്കും, എപ്പോഴാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് ബർത്ത്ഡേ, 6 മാസത്തിൽ അല്ലെങ്കിൽ ഇയർലി ടോയ്സ് എപ്പോഴാണ് ഞാൻ നടത്തിയിരിക്കുന്നത് ചോദിച്ചാൽ അതിനൊന്നും ആർക്കും റിപ്ലൈ ഒന്നുമില്ല. ചുമ്മാ ഒരു വീഡിയോ അങ്ങ് ഇടുക. ഞാൻ എല്ലാ ജൂൺ 1 എൻ്റെ ബർത്ത്ഡേ. എനിക്കൊന്ന് ഞാൻ അതിനിടയിൽ കിട്ടുന്ന ഗിഫ്റ്റുകൾ, ഇപ്പോൾ ഈദാണെങ്കിലും സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഇവരെല്ലാവരും വിചാരം അത് ഞാൻ പിറന്നാൾ ആഘോഷിക്കുന്നതാണ്. നമുക്ക് പല വിഷമങ്ങൾ ഉണ്ടാവും. ശരിക്കും നിങ്ങളെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും നിങ്ങൾ സന്തോഷമായിരിക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് വരുമ്പോൾ അവരെ കുറച്ചും കൂടെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല വീഡിയോസും ഇടുന്നത് പോലെയുള്ള കമൻറ്റുകൾ വരാറുണ്ട്. നിനക്ക് നിർത്താറായില്ല, നീ വീണ്ടും അങ്ങനെ പ്രൊവോക്ക് ചെയ്യാന്നുള്ള ഒരു സാധനമുണ്ട്. ശരിക്കും നമുക്കൊരു ഫ്രീഡം ഉണ്ടല്ലോ, നമ്മുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിന് ശരിക്കും ഈ അതിരുകൾ നിശ്ചയിക്കാൻ ഇവർക്ക് എന്ത് അർഹതയാണുള്ളത് എന്ന് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ഉറപ്പായിട്ടും നമ്മളിങ്ങനെ ആലോചിക്കും. അതായത് ഒരു 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 മനസാക്ഷി പോലും ഇല്ലാതെ പോയി ചത്തൂടെ എന്നൊക്കെ ഒരാളോട് ചോദിക്കുക. നമ്മൾ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ പോലും പോയി ചത്തൂടെ, അല്ലെങ്കിൽ ശവം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഡീഗ്രേഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഏറ്റവും ഒരു പെണ്ണ് തകർന്നു പോണ വാക്കുകളുണ്ടല്ലോ, എന്താ പറയുക, പോക്കാണ്, അങ്ങനത്തെ രീതിയിലുള്ള കമൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും. ജസ്റ്റ് ഒരു 15 സെക്കൻഡ് ആക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ പാട്ട് പാടിയിട്ട് അഭിനയിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ പോലും അതിനടിയിലും എങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇടാൻ പറ്റുക എന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കും. ഒരു മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് വിചാരിക്കും സൊസൈറ്റിക്ക് മൊത്തത്തിൽ. എങ്ങനെ ശ്രുതി ഇത് ഇത്രയും സർവൈവ് ചെയ്യുന്നത്? ബിക്കോസ് ഞാനൊരു സ്ത്രീയാണ്. ഇപ്പം എനിക്ക് എൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ടാവും, എൻ്റേതായ സ്വാതന്ത്ര്യം ഉണ്ടാവും, എൻ്റേതായ ഇഷ്ടങ്ങളുണ്ടാവും.
പക്ഷേ നമുക്ക് ശരിക്കും നമ്മളൊരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കോമൻറ്റുകൾ വരും, നെഗറ്റീവും പോസിറ്റീവും വരും. പക്ഷേ ഇത് ഒരു പരിധി കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സാധനമുണ്ട്, അത് നമ്മളെ വല്ലാതെ തളർത്തി കഴിയില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ സർവൈവ് ചെയ്യുന്നൊരു വലിയൊരു ക്വസ്റ്റ്യനാണ് ഇത്രയും. കാരണം ഒരു സ്ത്രീയെ പറ്റി പറയാവുന്ന ഏറ്റവും വലിയൊരു സാധനം അവളുടെ ഒരു മോശമാണ്, ഒരു മോറൽ സൈഡാണ്. ആ മോറൽ സൈഡ് വളരെ കോൺഷ്യസ് ആണ്. അത് ഒരു സ്ത്രീക്കും നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതായിരിക്കില്ല. അപ്പം ഇതിൽ ശരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകം എന്താണ്? ആരാണ് ആ ടൈമിൽ കൂടെ നിൽക്കുന്നത് ശരിക്കും? ഇപ്പോൾ നമ്മുടെ ഫോളോവേഴ്സ് ആ ഒരു സർക്കിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ക്ലിക്ക് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരും. അവിടെ ട്രാവൽ ചെയ്യാം, അവർക്ക് ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അതിന് സ്പോൺസർ ചെയ്യാൻ ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് വെറുതെ കൊണ്ടുതരാൻ കുറേ ആൾക്കാർ, അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക കുറേ ഓഫറുകൾ നമുക്ക് നമുക്കിപ്പോൾ വണ്ടികൾ സമ്മാനം, അങ്ങനെ കുറേ ഓഫറുകൾ നമുക്ക് ഇങ്ങോട്ട് വരും. പക്ഷെ ഇതൊന്നും യൂസ് ചെയ്യില്ല ഞാൻ. അതായത് ഇവർക്കറിയാം നമ്മൾ രാവിലത്തെ ലൈവ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എണീക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, വീണ്ടും രാത്രി നിന്ന് ലൈവ്. ഇപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഫ്രീഡം ഒന്ന് യൂസ് ചെയ്ത് എങ്ങും ട്രാവൽ ചെയ്യാത്തതോ ഒന്നും ചെയ്യാത്ത ആളാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആലോചിക്കും എൻ്റെ അത്രയും സൗകര്യം വേറൊരു പെണ്ണിനുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്താനെ. ഞാൻ അതുപോലും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ടിക്ടോക്കിൽ ഏറ്റവും കൂടുതൽ മോശം പെണ്ണ് ഞാനായിരിക്കും ഈ കമൻറ്റ് ട്രോളും കണ്ടിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ എന്നിട്ട് ലൈവിൽ തന്നെ ചോദിക്കും, ഈ മോശം പെണ്ണെന്ന് പറയുമ്പോൾ 7 വർഷമായി ഞാനിപ്പോൾ ടിക്ടോക്കിൽ ഏതെങ്കിലും ഒരാളുടെ കൂടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും തെറ്റായ രീതിയിൽ എന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഒരാളും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ പുറത്ത് പോകില്ല. എനിക്ക് പുറത്ത് പോകണമെങ്കിൽ എനിക്ക് എന്താ വേണം? കുറേ ഗ്യാങ് വേണം, അറ്റ്ലീസ്റ്റ് ഇവർ വേണം. എനിക്ക് എൻ്റെതായ ബാങ്കിൻ്റെ ഒരു കാര്യത്തിലോ എനിക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിലോ ഞാൻ എപ്പോഴും ജാസിനെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എനിക്കൊരു ഗ്യാങ് തന്നെ വേണം കൂടെ. അങ്ങനെ ജീവിക്കുന്ന ഞാനാണ്. പക്ഷേ ഒരു റോങ് സ്ഥലത്തും ഒരു മെസ്സേജ് പോലും ചാറ്റ് പോലും എങ്ങും ആർക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ടും ഏറ്റവും കൂടുതൽ മോശം നമുക്കാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ചിലർ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും, മാങ്ങയുള്ള മാവിലെ കല്ലേറുണ്ടാവുള്ളൂ. നമ്മൾ അവൈലബിലിറ്റി അല്ലാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ആളുകൾക്ക്, ദേഷ്യം. കാരണം ഞാൻ ആരോടും ചാറ്റ് ചെയ്യില്ല, ആരും ഫോളോ ആക്കൂല, ആരോടും അങ്ങനെ കോണ്ടാക്ട് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ ആയിരിക്കും കാണിക്കുക എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. ചില സമയത്ത് നമുക്ക് പേഴ്സണലി ഇഷ്യൂസ്, അതായത് നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്തെങ്കിലും നമ്മൾ പേഴ്സണലി തകർന്നിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കമൻസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു പവർ കൊണ്ട് തന്നെ സർവൈവ് ചെയ്ത് പോകുന്നത് എങ്ങനെയൊക്കെയോ. ആഷി നോട്ട് എ ഗേ ആയിട്ടുള്ള വ്യക്തിയല്ല. ആഷി പക്ക സ്ട്രൈറ്റ് ആയ വ്യക്തിയാണ്. ആഷിയോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് വേണം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനാണ്.